ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ. എന്നും വൈകുന്നേരം കടി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ശീലമൊന്നും എനിക്കില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നിതാ ഒരു ചെറിയൊരു കടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ കടി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് തൊലിയൊക്കെ കറുത്തൊരു പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് തൊലി കറുത്തക്കണ വെച്ചിട്ട് ഉള്ളിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഉള്ളൊക്കെ തൊലിച്ച് നോക്കുമ്പോൾ നല്ല പഴമാണ്. അപ്പോൾ എന്നാൽ ഇതുകൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പഴം കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴം കണ്ട ഓല് അങ്ങനെ തന്നെ തൊലിച്ച് തിന്നൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പഴത്തിൻ്റെ തോലിന് കുറച്ചൊരു കറുപ്പ് വന്നിക്കണേ. അത് വന്നാൽ പിന്നെ കുട്ടികളെ നമുക്ക് നോക്കുന്നല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ പള്ളിക്ക് എങ്ങനെയെങ്കിലും ആക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കടി ഉണ്ടാക്കുകയാണ്. പഴം അവിടെ അരിഞ്ഞു വെച്ചിക്കണേ. തേങ്ങയും കുറച്ച് ചെരുവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് 2 അച്ച് ശർക്കരയും കൂടി ഇതാ നമ്മളേക്ക് ചേർക്കുന്നുണ്ട്. ടുട്ടൂന് അങ്കലവാടിയിൽ നിന്ന് പൊടി കിട്ടുന്നുണ്ട് കേട്ടോ, അമൃതം പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ തിന്നൂല. അപ്പോൾ ഇതാ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഓല് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഇതാ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടിക്ക് കുറച്ച് നെയ്യിട്ട് കൊടുത്തുകാണ്ട് അതിക്ക് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം ഒന്നാണ് വാടി വന്നതിന് ശേഷം തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടുകാണ്ട് ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് റെസിപ്പി ആയിട്ടൊന്നല്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കണത് തന്നെ ഇക്കാരം. അമൃതം പൊടിയൊക്കെ കുട്ടികളെ വയറ്റിക്കാണത് നല്ലതാണല്ലോ. പക്ഷെ അത് വിരകി കൊടുത്താലൊന്നും കുട്ടികൾ അങ്ങനെ തിന്നൂല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കി കൊടുത്താൽ ഓല് തിന്നും ചെയ്തോളും. രാവിലെ ചായക്കടി ഉണ്ടാക്കും, അതേപോലെ ഉച്ചക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കും. അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയ്ക്ക് പോണ കാര്യം കുറച്ച് നെരുക്കാട്ട് എനിക്ക്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും ഒരു മൂടൊക്കെ വരണം. അപ്പോഴേ വൈകുന്നേരമൊക്കെ കടി ഉണ്ടാക്കുള്ളൂ. അല്ലാതെ സ്ഥിരം വൈകുന്നേരം കടീൻ്റെ ഒരു സ്വഭാവമൊന്നും എനിക്കില്ല. സോനുവിന് സ്കൂളിട്ട് വന്നാൽ പിന്നെ മദ്രസക്ക് പോകണം. അപ്പോൾ ഓൻ പിന്നെ വേഗം സ്കൂളിട്ട് വന്നാൽ ചോറണ്ട കഴിക്കുക. ലിനുമോക്ക് പിന്നെ എന്തെങ്കിലും പഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾ അതും കഴിക്കും. ഓക്കും അങ്ങനെ ചായൻ്റെ ഒരു ശീലമൊന്നുമില്ല. വന്നുകാണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. അല്ലെങ്കിൽ ജ്യൂസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിക്കും. വൈകുന്നേരത്തെ ചായ എനിക്കും വലിയൊരു നിർബന്ധമൊന്നുമില്ല. ഞാനങ്ങനെ വൈകുന്നേരം ചായ വേണമെന്നൊന്നുമില്ല. പക്ഷെ അതേപോലെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചായ കുടിക്കും. അല്ലാതെ ഒന്നും ഞാൻ ചായ കുടിക്കലില്ല. പക്ഷെ ഇവിടെ എൻ്റെ മാപ്പിളക്ക് എന്നും ചായ വേണം കേട്ടോ. അത് പിന്നെ ഡെയിലി ചായ നിർബന്ധമാണ്. കടി പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ചായ നിർബന്ധമാണ് കേട്ടോ. നമ്മളിപ്പോൾ വർത്താനം പറഞ്ഞ് ഇവിടെ എത്തിയില്ലേ, അതാ പൊടി കുഴച്ചെടുത്തേക്കണം കേട്ടോ. ഈ പൊടി പിന്നെ ഭയങ്കര സോഫ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ചൊരു ഉറപ്പ് സൈസിലേക്കാരുണ്ടാവുക. ഞാൻ ചുടുവെള്ളമാണ് ഇവിടെ പറന്നു കൊടുത്തേക്കണത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം പറന്നു കൊടുത്തേക്കാണ്ട് പാകത്തിന് ഇതിക്ക് വെള്ളം വേഗം ഏറും കേട്ടോ. കുറച്ച് വെള്ളം മതി. അപ്പോൾ ഇതാ കുറേശ്ശെ പറന്നു കൊടുത്തേക്കാണ്ട് കുറേശ്ശെ പറന്നു കൊടുത്തേക്കാണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇലയിലാണ് പരത്തിക്കാണ്ട് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നോക്കാം, എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചിടത്തൊന്നും എനിക്ക് പൊടിനെ പിടിച്ചിട്ട് കിട്ടിയില്ല. ഓരോരോ ഇല എടുത്തിട്ട് അതിൽ നല്ലോണമാണ് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണ മാതിരിയൊന്നും ആ കറക്റ്റിലൊന്നും കിട്ടൂല. നമ്മൾ പായും തേങ്ങയൊക്കെ ഉണ്ടാക്കി വെച്ചില്ല ഫില്ലിങ്, അത് തീക്കാൻ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതേപോലെയാണ് വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കുകയാണ്. പൊരിച്ചതും കരിച്ചതൊന്നും എപ്പോഴും അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കണത് വലിയൊരു ഇതൊന്നല്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അത് ആവിക്കാണ് കേട്ടത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആവിക്ക് വേവിച്ചെടുത്തുകാണ്ട് അങ്ങനെ കൊടുത്താൽ കുട്ടികൾ കഴിക്കൂല എന്ന് കരുതിയിട്ട് ഇതാ കഷ്ണാക്കിക്കാണ്ട് ഞാൻ ഇവിടെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ കാണുമ്പോൾ പോലെ എന്താണിത് വിചാരിച്ചിക്കാണ്ടൊന്ന് നോക്കുമല്ലോ. അങ്ങനെ ഇതാ എല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞ് ആപ്പാൻ്റെ വീട്ടിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഇറക്കമുള്ളതാണ്. എന്നും ഡെയിലി ഒന്നും പോവലില്ല, എന്നാലും ചിലപ്പോൾ പോലും ഇങ്ങോട്ട് വരും, ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങനെ ചില ദിവസം വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവലുണ്ട്. ഞാനാണ് അങ്ങോട്ട് ആദ്യം ചെന്നത്. അപ്പോൾ പിന്നെ എന്നെ കണ്ടപ്പോൾ മൂത്താപ്പാടത്തെ മരക്കൾ ഓലും വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ്, ഒരാളെവിടെയെങ്കിലും അതിൽ കണ്ടാൽ പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടി വരേക്കാരട്ടാ. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ടാവും. എന്താ പറയണതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇതിപ്പോൾ ഇന്ന് ആപ്പാടെ പോയി എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല കേട്ടോ. കാരണം അത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ വർത്താനം തീരൂല, ചിരി അതിലേറെയാണ് കേട്ടോ. ഒരാളെ കുറ്റും കുറവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞങ്ങൾ പറയാം. ഞങ്ങളതേനെ പറഞ്ഞ് ചിരിക്കേക്കാരം. ഞങ്ങളടുത്ത് പറ്റിയ അബദ്ധങ്ങളും ഞങ്ങൾ ചെയ്ത പൊട്ടത്തരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നും പറഞ്ഞ് ചിരിക്കേക്കാരം. പിന്നെ കൂടുതലും കുട്ടിക്കാലത്ത് ഓരോരോ തമാശകളും കാര്യങ്ങളൊക്കെ കാരട്ടാ. പിന്നെ ഇവിടെ കൂടിക്കൊണ്ടൊക്കെ മരക്കളായതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും വന്ന മരക്കളാണല്ലോ. അപ്പോൾ പല ഭാഗത്തുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കുമ്പോൾ മൂത്താപ്പാൻ്റെ മോൻ്റെ കുട്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തീക്കണ്ട് ഇട്ടതാണേ. ഞങ്ങളെല്ലാവരും ഇരുന്ന് കാണ്ട് ഭയങ്കര പറലും ചിരിച്ചലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ചിരിയൊക്കെ പാടാൻ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ പേടിച്ച് പോകുമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് മ്യൂട്ടാക്കി ഇട്ടതാണേ. ഞങ്ങൾ ആപ്പാൻ്റെ മോനുണ്ട് കേട്ടോ ഞങ്ങളെ കൂട്ടത്തിൽ കൂടെ വർത്താനം പറയാൻ വേണ്ടിയിട്ട്.
ഞങ്ങൾ വർത്താനം പറയാൻ തുടങ്ങിയാൽ പിന്നെ മഗ്‌രിബിനുള്ള ബാങ്ക് കണക്കേക്കാരം. ചിലപ്പോൾ ആ ബാങ്ക് കേട്ടാലും നീച്ചാൽ മടിയേക്കാരം. പക്ഷേ ബാങ്ക് കൊടുത്തേക്കണല്ലോ വിചാരിച്ച് പോരുന്നതാണ് കേട്ടോ ചില ദിവസമൊക്കെ. എന്നാലും അത്ര നേരം പറഞ്ഞാലും ഞങ്ങളത് തീർന്നിട്ടുണ്ടാവില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടാൽ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരിയേക്കാരട്ടെ. എന്തിനാ ചിരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് രസമാട്ടോ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ചാളുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ചാളൊന്നല്ല, ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇതിൽ കൂടാനായിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ചാളുള്ളൂ ഇന്ന്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും ചിരി കുറച്ചൊന്ന് കുറച്ചേക്കണം കേട്ടാ. ഒരു ഡീസൻ്റ് ആയ മാതിരി ഇരിക്കൽ തുടങ്ങിയിരിക്കണേ. ഇപ്പോൾ എല്ലാവരും പെരൻ്റെ ഒത്താണല്ലോ. ഇങ്ങനെ അയൽവാസികളെ കാണലും കുടുംബക്കാരെ കാണലൊന്നും ഇപ്പോൾ പൊതുവേ ഇല്ലല്ലോ. എല്ലാ വിവരങ്ങളും എല്ലാവരും ഇപ്പോൾ മുറ്റത്താണെങ്കിൽ കൂടി ഫോണിൽ കൂടി വിളിച്ച് വിവരം അന്വേഷിക്കുക എന്നല്ലാതെ ഇങ്ങനെ കാണലും കൂടലൊന്നും ഇല്ലല്ലോ. പക്ഷെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കൂടലുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ ജീവിതത്തിലെ ഓരോ രസങ്ങൾ എന്നൊക്കെ പറയണത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്